NSS SNDP സഹകരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടർ നീക്കങ്ങൾ ഇരുഭാഗവും ചർച്ച ചെയ്യുകയാണ്. 21-ന് SNDP യോഗം പ്രതിനിധികളുടെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി വിളിച്ചിട്ടുണ്ട്. പൊതു സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരുമിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്ന നയം വെള്ളാപ്പള്ളി യോഗത്തിൽ അറിയിക്കും. SNDP യൂണിയൻ യോഗത്തിന് ശേഷം NSS നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തും. ജോസി ബാബുവാണ് ചേരുന്നത്. ജോസി, ഈ ഐക്യം എന്നുള്ളത് നേരത്തെയും പല തവണ വാഗ്ദാനം ചെയ്തതാണ് അണികൾക്ക്, പക്ഷേ അത് നടക്കാതെ പോയി. പക്ഷേ ഇത്തവണ അത് നടത്തും എന്നുള്ള ഒരു പിടിവാശിയെങ്കിലും വെള്ളാപ്പള്ളിക്കെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടോ? ഗുഡ് മോർണിംഗ് നൗഫൽ. അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള വേഗത്തിലുള്ള ചർച്ചകളും പ്രതികരണങ്ങളുമാണ് ഇരു വിഭാഗം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ ചേർത്തലയിൽ വാർത്താ സമ്മേളനം നടത്തി യോഗം തുടർ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചിരുന്നു. 21-നാണ് വെള്ളാപ്പള്ളി യോഗം വിളിച്ചിരിക്കുന്നത്. SNDP യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരുമായി ഇപ്പോൾ ഉണ്ടാകേണ്ട സഹകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇതിൽ പൊതുവായി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്തി അതിലുള്ള തീരുമാനം യോഗത്തെ വെള്ളാപ്പള്ളി അറിയിക്കും. അതിനുശേഷം NSS നേതൃത്വവുമായും കൂടിയാലോചന നടത്തും. ഇന്നലെ NSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും G. സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തിയതും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇപ്പോഴുള്ളൊരു ഐക്യവും സഹകരണവും എന്നാണ് G. സുകുമാരൻ നായർ പറഞ്ഞത്. അതുകൊണ്ട് NSS നേതൃത്വത്തിനും അനുകൂല നിലപാട് ഈ വിഷയത്തിലുള്ള ഉണ്ടായതൊരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഇരുവിഭാഗവും നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിലപേശലല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കമല്ല എന്ന് ഇരുവിഭാഗവും പറയുമ്പോഴും ഹൈന്ദവ പ്രധാനപ്പെട്ട പ്രബല സംഘടനകളുടെ ഏകീകരണം കൈകോർക്കൽ എന്ന നിലയിൽ ഇതിന് മറ്റു തരത്തിലുള്ളൊരു രാഷ്ട്രീയ മാനവുമുണ്ട്. കൂടാതെ ഇപ്പോഴും ഇരുവിഭാഗവും ആക്രമിക്കുന്നത് VD സതീശനെയാണ് എന്നതും പ്രത്യേകതയാണ്. പ്രതിപക്ഷ നേതാവുമായി നിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളാണ് ഇരുവിഭാഗത്തെയും കൈകോർക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. വെള്ളാപ്പള്ളി നടേശനും രൂക്ഷമായ ഭാഷയിൽ VD സതീശനെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ G. സുകുമാരൻ നായരും വിമർശിക്കുന്നു. വെള്ളാപ്പള്ളിക്കും ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർ യാത്രാ വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ VD സതീശൻ ചില പ്രതികരണങ്ങൾ നടത്തിയതാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കാൻ കാരണം. അതുകൂടാതെ സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള പ്രയോഗം VD സതീശൻ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് G. സുകുമാരൻ നായരുടെ കണ്ണിലെ കരടായി VD സതീശൻ മാറിയത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചില അനുനയ നീക്കങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തിയിരുന്നു. ആദ്യം കൂടിക്കാഴ്ചയ്ക്ക് സുകുമാരൻ നായർ തയ്യാറായില്ല. പിന്നീട് എത്തി അദ്ദേഹം കണ്ടു മടങ്ങുകയും ചെയ്തു. ഔദ്യോഗിക സന്ദർശനമല്ല, സൗഹൃദ സന്ദർശനം എന്ന് മാത്രമാണ് കൊടിക്കുന്നിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തെ BJP മുന്നിൽ കാണുന്നത് മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ്. ഹൈന്ദവ സംഘടന ഏകീകരണം അതൊരു തരത്തിൽ BJPക്ക് ഗുണകരമാകുമെന്ന് BJPയും വിലയിരുത്തുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവിനെതിരെ ഇരു കൂട്ടരും ഒരുമിച്ച് രംഗത്ത് വന്നത് അനുകൂല ഘടകമായി CPM-ഉം വിലയിരുത്തുന്നു. എന്തായാലും ഇന്നലെ കോട്ടയത്ത് സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി പെരുന്നയിൽ NSS ആസ്ഥാനം സന്ദർശിക്കുമെന്ന് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം NSS ആസ്ഥാനം സന്ദർശിക്കാതെ മടങ്ങുകയും ചെയ്തു. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പായി NSS SNDP സഹകരണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. മുമ്പ് പല ഘട്ടങ്ങളിലും ഇരുവിഭാഗവും കൈകോർക്കാൻ ശ്രമം നടക്കുകയെങ്കിലും പിന്നീട് ഇരുവഴികളിൽ പോകുന്നതായിരുന്നു കണ്ടത്. ഇത് NSS എത്രത്തോളം കാര്യമായി എടുത്തിട്ടുണ്ട്? വെള്ളാപ്പള്ളിയാണ് ഐക്യാഹ്വാനം നടത്തുന്നത്. സുകുമാരൻ നായർ അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ NSS എത്രത്തോളം കാര്യമായി ഈ വിഷയം എടുത്തിട്ടുണ്ട്? ഈ ഐക്യം എന്ന് പറയുന്നത് പരസ്പര സഹകരണമൊക്കെ ഒരുപക്ഷെ സാധിച്ചേക്കാം, പക്ഷേ കൂടുതൽ ഐക്യത്തോടു കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ ആ കാര്യത്തിലൊക്കെ NSSന്റെ ഒരു മനസ്സിലിരിപ്പ് എന്താണ്? നൗഫൽ, ഇന്നലെ ഏറെ നാളുകൾക്ക് ശേഷം G. സുകുമാരൻ നായർ വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു NSS ആസ്ഥാനത്ത്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങളിലേക്കും കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു. വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനകളോടും തനിക്ക് യോജിപ്പില്ല എന്നതാണ് G. സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ ഒരു ഹൈന്ദവ സംഘടനകളുടെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അനിവാര്യതയുണ്ട് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇക്കാര്യത്തിലൊരു വിശദീകരണം G. സുകുമാരൻ നായർ നൽകിയത്. എല്ലാ കാര്യത്തിലും പിന്തുണയില്ല, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ചില വർഗീയ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു G. സുകുമാരൻ നായരുടെ ഈ പ്രതികരണം. എന്തായാലും
ഈ രണ്ട് സമുദായ നേതൃത്വങ്ങളിലും അവസാന വാക്ക് ഇരുവരും തന്നെ ആയതിനാൽ അവിടെ ഉണ്ടാകാനിടയുള്ള ചില അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമായും ഒരു സംഘടനയ്ക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഈ സംഘടനകളുടെ ഭാഗമായതിനാൽ. പക്ഷേ അതൊന്നും പുറത്തേക്ക് വരാതെ ഇവരിലൂടെ തന്നെ പൊതുവായുള്ള പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുവാനുള്ള നീക്കമാണ് സംഘടനാ നേതൃത്വം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും NSS പൂർണ്ണതോതിൽ സഹകരണം എന്ന് പറയുമ്പോൾ, ഐക്യപ്പെടൽ എന്നത് പറയുമ്പോൾ അതിനെ കൂടുതൽ മാനങ്ങൾ അതിന് നൽകുന്നില്ല. നേരെ മറിച്ച് ചില പൊതുവായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലേക്ക് ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു പൊതു വിലയിരുത്തൽ NSS നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് കാർ യാത്രാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന കാര്യങ്ങളിൽ സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്ത് വന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ശരി.